ഹലോ, വെൽക്കം ടു സ്പൈസ് ജെനിക്സ്. ഇന്ന് നമുക്ക് ബേക്കറി സ്റ്റൈലിലുള്ള ഒരു ബനാന കേക്ക് ഉണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കാരമൽ സിറപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ബ്രൗണിഷ് കളറാക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പരസം വരും. അതുകൊണ്ട് എപ്പോഴും മീഡിയം ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് റെഡിയാക്കാം. ഒരു മാക്സിമം 5 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയാവും. ഇതാ കണ്ടില്ലേ, ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാരമൽ സിറപ്പ് നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോൾട്ടഡോ അൺസോൾട്ടഡോ ഏത് ബട്ടർ ആയാലും മതി. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്നിച്ചങ്ങ് ഒഴിക്കരുത്. ഒന്നിച്ചൊഴിച്ചാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് മേളിലേക്ക് വന്നിട്ട് നമ്മുടെ മേത്തൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തണുത്ത വെള്ളം ഒഴിക്കരുത്. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങാവൂ. ബാറ്റർ റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് നല്ല പഴുത്ത റോബസ്റ്റ പഴം എടുക്കണം. ഞാനിപ്പം ചെറിയ പഴം ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് മാഷ് ചെയ്തെടുക്കാം. ഈ മാഷ് ചെയ്ത അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 1 കപ്പ് മാഷ്ഡ് ബനാന ഉണ്ട്. അതായത് നമ്മുടെ 250 ml കപ്പിന് 1 കപ്പ് ബനാനയുണ്ട്. ഇനി ഈ മാഷ് ചെയ്ത ബനാനയിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടകൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന തണുത്ത കാരമൽ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. കാരമൽ സിറപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എപ്പോഴും ഈ കാരമൽ സിറപ്പ് തണുക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങാവൂ. ചൂടുള്ള കാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. തണുത്തത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ, നിങ്ങൾക്ക് വീറ്റ് ഫ്ലോർ ആണ് താല്പര്യമെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരിച്ച് എടുക്കണം. നിങ്ങൾക്ക് സിന്നമൺ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ സിന്നമൺ പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് അരിച്ച് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂണോ സ്പാറ്റിലോ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതായിപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 8x4 ഇഞ്ചിൻ്റെ ഒരു ലോഫ് പാനാണ് എടുത്തിരിക്കുന്നത്. റൗണ്ടോ സ്ക്വയറോ ഏത് പാൻ എടുത്താലും മതി. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് പൊടി അതിലേക്ക് തൂവിയിട്ട് തട്ടിക്കളഞ്ഞാൽ മതി. അതിനുശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഒരു 40 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ടൈം വേരി ആവും കേട്ടോ. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ ഒരു 46 മിനിറ്റ്സ് ആയപ്പോഴേക്കും എൻ്റെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ഒരു 10 മിനിറ്റ് തണുക്കാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊരു വയർ റാക്കിലേക്ക് മാറ്റിയിട്ട് ഇത് കുറച്ചും കൂടി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി ഇത് പാനിലിരുന്ന് ഒരു 10 മിനിറ്റ് തണുക്കട്ടെ. ഈ 10 മിനിറ്റിന് ശേഷം നമുക്ക് തിരിച്ച് അതേ ബേക്ക് ചെയ്ത പാനിലേക്ക് ഇട്ടിട്ട് നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഇതിലേക്ക് ആ ഒരു ആവിയൊന്നും ഇറങ്ങില്ല. അതേപോലെ ഇത് നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും. ഇത് ഡ്രൈ ആവുകയില്ല. ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത്
കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കുറച്ച് തിക്ക് പീസായിട്ടാണ് എപ്പോഴും ഈ ബനാന കേക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതാ, അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.